എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവാള കൊണ്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കും. 2 സവാള തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 1 സ്പൂൺ വിനാഗിരി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമേ നമുക്ക് ഈ സവാളയൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് സവാള ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. തീരെ കനം കുറഞ്ഞ പീസാവണ്ട, സ്വല്പം ഇത്രയും കണക്കിൽ ഈ കണക്കിൽ അരിഞ്ഞെടുക്കാം. രണ്ട് സവാള ഞാനൊന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ. നമ്മുടെ സവാളയെല്ലാം അരിഞ്ഞെടുത്തു. ഇനിയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് 1 സ്പൂൺ വിനാഗിരി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അടപ്പിന് ഒരടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ഒരു അച്ചാറിനൊരു പുളി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കിയ കൈയാണ്. കൈ കൊണ്ട് നന്നായിട്ടിത് ഇളക്കി ഓരോ അല്ലിയായിട്ട് സവാള നമുക്ക് ഇളക്കി ഇങ്ങനെ വരും. ആ സമയം കൊണ്ട് ഉപ്പും വിനാഗിരിയും നന്നായിട്ട് ഇതിൽ പിടിക്കുകയും ചെയ്യും. സവാള കണ്ട് ഓരോ അല്ലിയായിട്ട് വിട്ടിഞ്ഞ് പോരുകയും ചെയ്തു. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാമേ. അരിഞ്ഞു വെച്ച സവാള വിനാഗിരി ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഇത് നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിന് സാധാരണ നല്ലെണ്ണയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. എണ്ണ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് പൊട്ടി വരുന്നു. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്നു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എണ്ണ ഒരുപാട് ചൂടായിട്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും ഉലുവാപ്പൊടി, സ്വല്പം കായപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയിലോട്ടിട്ട് ഈ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറ്റി നമുക്കെടുക്കാം. എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിത്തുടങ്ങി. നമുക്കിനി ഇതെല്ലാം കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾ പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ മൂപ്പിച്ച മുളക് പൊടി നമുക്ക് സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത ഈ മുളക് ഈ സവാളയിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം.
പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഉപ്പും വിനാഗിരി ചേർത്തപ്പോഴുള്ള പുളിയും എല്ലാം ഒന്ന് നോക്കി പാകത്തിനാണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതുപോലൊക്കെ സ്വല്പം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യത്തിനുണ്ട്. ഈ ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇപ്പം തന്നെ ഉപ്പ് സ്വല്പം കുറവാണെങ്കിൽ പോലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണേ. നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സവാള അച്ചാർ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം.